പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്.സിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു വമ്പൻ തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഈ സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ഹോം മത്സരത്തിൽ ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. തുടർച്ചയായുള്ള 3ാം പരാജയത്തിന് ശേഷമാണ് ഒരു വമ്പൻ തിരിച്ചുവരവ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു മത്സരം കൂടി വരികയാണ്. മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ, അതായത് നവംബർ മാസം 28 മറ്റന്നാൾ വ്യാഴാഴ്ച നടക്കുന്ന മത്സരത്തിൽ FC ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിൽ 11 പോയിൻ്റാണുള്ളത്. എന്നാൽ FC ഗോവയ്ക്കാകട്ടെ 12 പോയിൻ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒരു മത്സരം കുറച്ച് മാത്രമേ ഇവിടെ FC ഗോവ കളിച്ചിട്ടുള്ളൂ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കണക്കുകളൊക്കെ ഒന്നെടുത്ത് നോക്കുമ്പോൾ, ഇരു ടീമുകളും ഏറ്റുമുട്ടിയ കണക്കൊന്നെടുത്ത് പരിശോധിക്കുമ്പോൾ ഗോവയ്ക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. എന്തായാലും കഴിഞ്ഞ സീസണിലെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇരു ടീമുകൾക്കും ഓരോ വിജയമാണ് രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായത്. അവരുടെ ഹോം മത്സരത്തിൽ വെച്ച് 1-0 ബ്ലാസ്റ്റേഴ്സിനെ ഗോവ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒരു കംബാക്ക് വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരുന്നു. 2 ഗോളിന് മുന്നിട്ട് നിന്ന ശേഷം ഗോവയ്ക്ക് ഒരു പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. അത് 4-2 ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കൊച്ചിയിൽ വെച്ച് ജയിച്ചു കയറിയത്. അങ്ങനെ കണക്കുകളുടെ കാര്യത്തിൽ FC ഗോവയ്ക്ക് ഒരു മുൻതൂക്കമുണ്ടെങ്കിൽ പോലും ഇത് പുതിയ സീസണാണ്, അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റന്നാൾ FC ഗോവയെ നേരിടാനായി ഇറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിലെ ക്ലീൻ ഷീറ്റ് ഉൾപ്പെടെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. എന്തായാലും ഗോവയെ തകർത്തുകൊണ്ട് മികച്ചൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റന്നാൾ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഒരു തീപാറും പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.